പിന്നെ ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുവാന്ന് വെച്ചാല് എന്താപ്പോ ഋഷു ഓളിപ്പോ ഒരേ സമയത്ത് ജനിച്ച കുട്ടികളല്ലേ. എന്നിട്ടിപ്പോ നമ്മൾ ഓളെ കല്യാണം ആലോചിക്കാൻ തുടത്തി. ഋഷുവിന്റെ ആ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ചിന്തിക്കണ പോലും ഉണ്ടാ. അതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്. മാ ആ വന്നല്ലേ പേരക്കുട്ടി, ഇങ്ങോട്ട് പോരറിയോ മോളെ? ഞാൻ ഇവിടെ വല്യമ്മാന്റെ റൂമിലാണ്. അല്ലാ വെയ്യട്ടെന്നാ, ഈ ട്രെയിനിൽ പോയല്ലേ നല്ല ടാസ്കാണ്. എന്ത് തിരക്കാന്നറിയോ? രാവിലെയും വൈകുന്നേരം അങ്ങനെ തന്നെ ആവും. നല്ല തിരക്കാവുന്ന് ഇപ്പൊ പറഞ്ഞിരുന്നു. ഉമ്മാടെ കുട്ടിക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടാ? ബുദ്ധിമുട്ടൊക്കെ തന്നെയാണമ്മ, പറഞ്ഞിട്ടെന്താ കാര്യം? കുറച്ചു ദിവസം കഴിയുമ്പോൾ ശീലായിക്കോളൂ, സാരമില്ല. ഓൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് സെലിമോ, പൈക്കുണ്ടാവും കുട്ടിക്ക്. വിശക്കണമെന്നില്ല വല്യമ്മ, ഞാനും എന്റെ ഫ്രണ്ടും കൂടി ക്ലാസ് കഴിഞ്ഞപ്പോ ക്യാമ്പസ് ഷോപ്പിൽ നിന്ന് ജ്യൂസും സ്നാക്സ് ഒക്കെ കഴിച്ച്. ആഹാ, അപ്പൊ ഇതിന് പുതിയ ഫ്രണ്ടൊക്കെ ആയാ? അപ്പൊ ഇജ്ജല്ലേ മിഞ്ഞാന്ന് പറഞ്ഞ് അന്റെ വൈബിനൊത്ത ഒരാളെയും കിട്ടണില്ല എന്നൊക്കെ. ഫസ്റ്റ് ദിവസം ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇന്നലെ തൊട്ട് ഇന്റെ വൈബിനനുസരിച്ചുള്ള ഒരാളെ സെറ്റായി. അതെന്തായാലും നന്നായി. എവിടെയാണെങ്കിലും തുണക്കൊരാളുള്ളത് നല്ലതാണ്. അല്ല, ആരാ പുതിയ കൂട്ടുകാരി? എവിടെ ഉള്ളതാ? പേര് അമ്ന. സത്യം പറഞ്ഞാലേ ഞാനും ഓളും തമ്മിൽ പരിചയപ്പെട്ടതേ ഒരു സിനിമാ സ്റ്റൈൽ പരിചയപ്പെടലായിരുന്നു എന്റെ അമ്മ. കോളേജ് കഴിഞ്ഞാലും എനിക്ക് ഓർത്ത് വെക്കാനുള്ള നല്ലൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതായിരിക്കും. അതെന്താപ്പ അങ്ങനെ ഒരു കാര്യം? ഇജി പറയേ, കോളേജിൽ പോയിട്ടില്ലെങ്കിലും ഇക്കും ഉമ്മാക്കും കേക്കെങ്കിലും ചെയ്യാലോ. മിനിഞ്ഞാന്ന് ഞാൻ കോളേജിൽ ചെന്ന പാടെ ക്ലാസ്സിൽ കയറും മുന്നേ ഇന്നെ കുറച്ച് സീനിയേഴ്സ് പയ്യന്മാര് തടഞ്ഞു വെച്ച് എന്നെ ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചില്ല. പഠിച്ചോനെ, എന്തിന്? റാഗിങ്ങിന്റെ പേരില് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. ഞങ്ങള് ജൂനിയേഴ്സ് അല്ലേ, അപ്പൊ സീനിയേഴ്സിന്റെ വക ചെറിയൊരു റാഗിങ്. എന്നോട് തലയിൽ കൈ വെച്ചിട്ട് അവര് പറയും വരെ ഒറ്റക്കാലിൽ നിക്കാൻ പറഞ്ഞു. ഒറ്റക്കാലിൽ നിക്കാനാ? ഏത് തലതെറിച്ചേറ്റങ്ങളെ റബ്ബേ അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്ത് പഠിക്കാൻ പോക്കാൻ തരുമോ ഇത്? ഇങ്ങനെയൊക്കെയാണോ പഠിക്കാൻ പോണടുത്തുണ്ടാവുക? എന്തൊക്കെ റിയാജി പറഞ്ഞത്? എന്നിട്ട് എന്തുണ്ടായി? കുഴപ്പമൊന്നുമില്ല എന്റെ അമ്മ, നിക്കതൊക്കെ സിമ്പിൾ അല്ലേ, അതുകൊണ്ട് ഞാനേ നിസാരായിട്ട് അങ്ങ് നിന്ന് കൊടുത്തു. പക്ഷെ അങ്ങനെ നിന്നപ്പോ ഒറ്റങ്ങൾക്ക് വാശി കൂടി. വാശി കൂടെ? ഇജെന്തൊക്കെ റിയമോളോ ഈ പറഞ്ഞത്? എന്നിട്ട് ഇത് നിസാരായിട്ട് ചെയ്ത ആളല്ലേ, അപ്പൊ കോളേജ് ഗ്രൗണ്ട് മൊത്തം തവള ചാടുമ്പോൾ ഒന്ന് ചാടിയിട്ട് വായോന്ന് അതിലൊരുത്തൻ. സത്യം പറഞ്ഞ എന്റെ അമ്മ, അത് കേട്ടപ്പോ ഞാൻ പേടിച്ച് കയ്യും കാലും വിറച്ച്. എത്ര ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിയോ?